കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ഭീകരവിരുദ്ധ ദിനമായി ആചരിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. തീവ്രവാദത്തെ സുജീവൻ നൽകി പ്രതിരോധിച്ചവരാണ് നെഹ്റു കുടുംബമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ഭീകരവിരുദ്ധ ദിനമായി മാവേലിക്കരയിൽ ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം 5 വർഷക്കാലം മാത്രമാണ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ഭരണാധികാരത്തിന്റെ ഭാഗമായി നിലകൊള്ളുവാനും പ്രവർത്തിക്കുവാനും കഴിയും. പക്ഷേ 5 വർഷക്കാലം കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ വികസനത്തിനും ക്ഷേമത്തിനും അടിസ്ഥാനമാകുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ വിപ്ലവകരമായ ഇടപെടലുകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ആ 5 വർഷത്തിന് 5 പതിറ്റാണ്ടിന്റെ കാലയളവ് സമ്മാനിക്കുവാൻ കഴിയുന്ന ഒരുപക്ഷെ ഒരാളിന്റെ പൊതുരംഗം പരിശോധിക്കുമ്പോൾ അവർ ജീവിച്ചിരുന്നോ അല്ലെങ്കിൽ രാജാധികാരം കൈയാളിയിരുന്ന കാലയളവ് മാത്രമായിരുന്നു അവരൊരു കാലഘട്ടമായി നമ്മൾ വിശേഷിപ്പിക്കുന്നെങ്കിൽ ആദരണീയനായ രാജീവ് ഗാന്ധി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചുരുങ്ങിയ കാലത്തിന്റെ അല്ല മറിച്ച് ഒരു നൂറ്റാണ്ടിന്റെ നേതാവായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം ഈ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന എല്ലാ തലങ്ങളിലേക്കും വളർച്ചയുടെ എല്ലാ പടവുകളിലേക്കും ഈ രാജ്യത്തെ കൈപിടിച്ചു ചേർന്നതിൽ ഏറ്റവും നിർണായകമായ സംഭാവനയും പങ്കും വഹിക്കുവാൻ കഴിഞ്ഞ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI കാലയളവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. AI അടക്കം ഒരുപക്ഷെ നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രം ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായിരുന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ വലിയ വായിൽ പലരും വർത്തമാനം പറയുമ്പോൾ ആ ഡിജിറ്റൽ ഇന്ത്യയിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലയളവിലേക്കും ഒക്കെ ഈ രാജ്യത്തെ കൈപിടിച്ചുകൊണ്ടുവരുന്നതിൽ ഈ രാജ്യത്തെ പ്രാപ്തമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച നേതാവായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് KR മുരളീധരൻ ഭീകരവിരുദ്ധ പ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ K. ഗോപൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ ചെയർമാൻ നാനാൻസി കുറ്റിശ്ശേരിയിൽ പൂർവ്വ സൈനികരെ ആദരിച്ചു. ലളിത രവീന്ദ്രനാഥ്, KL മോഹൻലാൽ, MK സുധീർ, SY ഷാജഹാൻ, T. കൃഷ്ണകുമാരി, സജീവ് പ്രായിക്കര, മനസ് രാജൻ, C. അനിത, ഉമാദേവി ഇടശ്ശേരിൽ, ശാന്തി അജയൻ, സണ്ണി തടത്തിൽ, അഡ്വക്കേറ്റ് R. ശ്രീനാഥ്, പ്രകാശ് വള്ളികുന്നം, മാത്യു കണ്ടത്തിൽ, ജസ്റ്റിൻസൺ പാട്രിക്, വിജയൻ ഇലഞ്ഞിക്കൽ, N. മോഹൻദാസ്, രാധാകൃഷ്ണപിള്ള, സുലൈമാൻ, TK സൈനുദ്ദീൻ, പ്രസന്ന ബാബു, CS ശ്രീകുമാർ, റജി കുഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.